ഡയറ്റ് ആണോ എക്സസൈസ് ആണോ, ഏതാണ് വെയിറ്റ് ലോസിന് കൂടുതൽ ഇമ്പോർട്ടന്റ്? നമ്മൾ വെയിറ്റ് ലോസിന്റെ പെർസ്പെക്ടീവിൽ പറയുകയാണെങ്കിൽ ഡയറ്റ് പ്ലേസ് 80% ഓഫ് ദ റോൾ. കാര്യം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരാൾക്ക് ആവറേജ് ഒരു ദിവസം മാക്സിമം ബേൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാലറി എന്ന് പറയുന്നത് 500 to 800 ആണ് ഒരു ആവറേജ് വാല്യൂ. ഈ 500 ഇല്ലെങ്കിൽ 800 കാലറീസ് ബേൺ ചെയ്യാൻ തന്നെ നല്ല എഫേർട്ടും നല്ല ടൈമും വേണ്ടി വരും. നേരെ മറിച്ച് ഒരാൾക്ക് ഒറ്റ സിറ്റിംഗിൽ തന്നെ മോർ ദാൻ 2000 കാലറീസ് ഒക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കാലറി മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ത്രൂ എക്സസൈസിന്റെയും നമുക്ക് ഈസി ആയിട്ട് കാലറി മാനേജ് ചെയ്യാൻ പറ്റുക ത്രൂ ഡയറ്റ് ആണ്. അതുകൊണ്ട് ഇഫ് യു ആർ ഇൻ എ വെയിറ്റ് ലോസ് ജേർണി, ഡയറ്റ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ബട്ട് ഒരു ഹെൽത്ത് പെർസ്പെക്ടീവിൽ സംസാരിക്കുകയാണെങ്കിൽ എക്സസൈസിന് ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ത്രൂ എക്സസൈസ് ഓൺലി ആണ് പോസിബിൾ. അതിപ്പോ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനാവട്ടെ, സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യാനാവട്ടെ, കാർഡിയോവാസ്കുലർ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനാവട്ടെ, മസിൽസിന്റെ ടോണും സ്ട്രെങ്തും ഇംപ്രൂവ് ചെയ്യാനാവട്ടെ, ഇതിനെല്ലാത്തിനും എക്സസൈസും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് ഡയറ്റ് മാത്രം ഫോക്കസ് ചെയ്യാനാണോ, അത് ഡയറ്റും വർക്ക്ഔട്ടും രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാനാണോ, ഏതാണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം.